അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 238 ആയത്തിന്റെ ഒരു ഭാഗമാണിത്. ഇവിടെ നമ്മൾ ഇന്ന് നോക്കുന്നത് അസ്സലാത്ത് എന്ന പദമാണ്. ഇതിനു മുന്നേ ആയിട്ട് നമ്മൾ ഗദാത്ത് ഹയാത്ത് പഠിച്ചിരുന്നു. അതേപോലെയുള്ള ഒരു പദമാണ് അസ്സലാത്ത് എന്നുള്ളത്. അതായത് അവിടെ എഴുത്തിൽ നമുക്ക് വാവ് കാണാം. വാവ് നമ്മൾ ഉച്ചരിക്കാൻ പാടില്ല. അതിന് മുകളിലായിട്ടുള്ള കുഞ്ഞലിഫ് ഉണ്ട്. അതിന് മാത്രമേ നമ്മൾ എന്താക്കാൻ പാടുള്ളൂ, പരിഗണിക്കാൻ പാടുള്ളൂ. ഈ ആയത്തില് അസ്സലാത്തും വന്നിട്ടുണ്ട്, ആ പദത്തിന്റെ ജംഉം വന്നിട്ടുണ്ട്. അതായത് മുഫ്രദും ഉണ്ട്, ജംഉം ഉണ്ട്, സിംഗുലറും ഉണ്ട്, പ്ലൂരലും ഉണ്ട്. അപ്പൊ ഇത് തമ്മിൽ എങ്ങനെയാണ് അതിന്റെ എഴുത്തിൽ വ്യത്യാസം, എന്താണ് പാരായണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഗദാത്ത് ഹയാത്ത് ഒക്കെ പോലെ അസ്സലാത്ത് നോക്കാം. അതിന്റെ മുഫ്രദ് സിംഗുലർ നമുക്ക് നോക്കാം. രണ്ടാമതാണ് ആ പദം വന്നിട്ടുള്ളത് വസ്സലാത്ത്. എങ്ങനെയാണ് അതിന്റെ എഴുത്ത് നോക്കിയാട്ടെ. ആദ്യം ലാമുണ്ട്, ലാം കഴിഞ്ഞിട്ട് മേലെ ലാമിന് മുകളിലായിട്ട് ഫത്ഹ കാണാം. തൊട്ട് ശേഷം വാവുണ്ട്, അതിന്റെ മേലെ ഹർക്കത്തൊന്നും ഇല്ല. പിന്നെ എന്താ ഉള്ളത്, കുഞ്ഞ് അലിഫാണ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്താക്കും, ലാം കഴിഞ്ഞിട്ട് മദ്ദക്ഷരമായിട്ടുള്ള അലിഫ് ല, അവിടെ വാവിനെ നമ്മൾ പരിഗണിക്കുന്നില്ല, ഉച്ചരിക്കുന്നില്ല. ല വസ്സലാത്തി വസ്സലാത്തിൽ വുസ്താ എന്നാണ് നമ്മൾ ഓതുന്നത്. ഇനി ഇതിന്റെ ജമ്മായിട്ടുള്ള ആദ്യം വന്നിരിക്കുന്ന പദം നമുക്കൊന്ന് നോക്കാം. എന്താണ് എഴുത്തിൽ വ്യത്യാസം, എങ്ങനെയാണ് ഓതേണ്ടത്. ഇത് ഓതേണ്ടത് അലസ്സലവാതി വാ അലസ്സലവാതി. പലരും രണ്ടും വാ എന്ന് ഉച്ചരിക്കാറുണ്ട്. അലസ്സലവാതി വസ്സലവാതി പാടില്ല. ആദ്യത്തേത് എന്താണ്, അസ്സലവാത്താണ്, വാവിനെ നമ്മൾ ഉച്ചരിക്കുന്നുണ്ട്, അത് ജമ്മാണ്, നമസ്കാരങ്ങൾ. രണ്ടാമത്തേത് വസ്സലാത്തി, നമസ്കാരം. വസ്സലാത്തി, അവിടെ വാവിനെ നമ്മൾ ഉച്ചരിച്ചില്ല. എഴുത്തിലെ വ്യത്യാസം നോക്കിയട്ടെ. ആദ്യത്തേതില് ലാമുണ്ട്, മുകളിൽ ഫത്ഹ ഉണ്ട്, വാവിന്റെ മുകളിലും ഫത്ഹ ഉണ്ട്. അപ്പൊ വാവിന്റെ മുകളിലും ഫത്ഹ ഉണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്, കുഞ്ഞലിഫ് വരുന്നത്. നേരെ ആദ്യത്തെ പദത്തിലോ അല്ലെങ്കിൽ സ്വലാത്ത് സിംഗുലർ ആയിട്ടുള്ളതിൽ മുഫ്രദിൽ എങ്ങനെ വരുന്നത്, വാവിന് തൊട്ട് മുകളിലായിട്ടാണ് അലിഫ് വരുന്നത്. ഗദാത്ത് ഹയാത്ത് ഇവിടെ ഒക്കെ അങ്ങനെയാണ് വരിക. നേരെ മറിച്ച് ഇതിന്റെ ജമ്മയിൽ എങ്ങനെയാണ്, വാവ് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് കുഞ്ഞലിഫ് വരുന്നത്. അപ്പൊ നമ്മള് വാവിനെ നമ്മൾ ഉച്ചരിക്കണം. അലസ്സലവാതി ഹാഫിളു അലസ്സലവാതി. മാത്രല്ല ത മഫ്തൂഹയാണ്, ഇത് ത മർബൂത്തയാണ്. ഹാഫിളു അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. പലരും കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നു, പിന്നെ എന്തിനാണ് അവിടെ ആ വാവ് വെച്ചിരിക്കുന്നത്, എന്തായാലും ഈ വാവ് എന്തിനാണ്, അത് നമ്മൾ ഓതുന്നൊന്നുമില്ലല്ലോ എന്നുള്ളത്. പണ്ട് മുതൽ തന്നെ, അതായത് പ്രാചീന അറബി ലിപിയിൽ തന്നെ അലിഫിന് പകരം, അതായത് മദ്ദക്ഷരമായിട്ടുള്ള അലിഫിന് പകരം വാവും യാവും പ്രയോഗിച്ചിരുന്നു. ഇപ്പൊ നമുക്ക് സൂറത്തുൽ ആല എടുത്തു കഴിഞ്ഞാല് ആല, തസക്ക, ഇവിടൊക്കെ അവസാനത്തിൽ യാ ആണ് കാണാൻ സാധിക്കുക. പക്ഷെ നമ്മൾ ഓതുന്നത് എങ്ങനെയാണ്, അലിഫ് ഇട്ടുകൊണ്ടാണ്. തസക്ക അല്ലെങ്കിൽ ആല എന്ന് നമ്മൾ അലിഫായിട്ടാണ് അതിനെ ഉച്ചരിക്കുന്നത്. അപ്പൊ അതങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. ഇപ്പൊ സ്വലാത്ത് എന്ന് പറയുമ്പോൾ വാവിനെ അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. പിന്നീട് പല നാടുകളിലുള്ള നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ ഓതുമ്പോൾ അത് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ആ വാവിന് മുകളിലായിട്ട് കുഞ്ഞലിഫ് ഇട്ടിരിക്കുന്നത്. പലിഫാണ് പിന്നെ വന്നിരിക്കുന്നത്. വാവ് എന്താണ്, അതിൽ തന്നെ ഉള്ളതാണ്. അപ്പൊ എന്തിനാണ് ആ വാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ റൂട്ട് വേർഡിൽ ഉണ്ട് എന്നതാണ് അതിനുള്ള ഉത്തരം. അതായത് അതുമായിട്ട് അങ്ങനെ കണക്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് എന്നാണ് പണ്ഡിതന്മാരുടെ വിശദീകരണം. ഇപ്പൊ സ്വലാത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാല് സ്വലവ എന്നുള്ളതാണ് അതിന്റെ ഒരു റൂട്ട് വേർഡ് വരുന്നത്. അപ്പൊ അതിനാണ് അത് അവിടെ അങ്ങനെ നിലനിർത്തിയിരിക്കുന്നത്, അങ്ങനെ എഴുതുന്നത് എന്നതാണ് വിശദീകരണം. ഇൻഷാ അല്ലാഹ്
അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.